ഹൈ ഓൾ, നമ്മൾ ജോമെട്രിയിലേക്ക് കടക്കുകയാണ്. ആറുമായിട്ട് പ്രിപ്പറേഷനായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി കാണുന്നത്. ഇത് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ 2016 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മെയിൻലി ഒരു ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ്. അപ്പോൾ അതിലെ ഓർത്തോ സെൻറ്ററും ഇൻ സർക്കിളും തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു ട്രയാങ്കിളിലെ ജോമെട്രിയും ഓർത്തോ സെൻറ്ററുമായിട്ടുള്ള റിലേഷൻസും ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let ABC be triangle in which AB is equal to AC. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് ABC അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. Suppose the ortho center of the triangle lies on the in circle. ഇനി സർക്കിളിൻ്റെ ഓർത്തോ സെൻറ്റർ എന്നത് ഇൻ സർക്കിളിലാണ് കിടക്കുന്നത്. ഈ ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ കാണണം. AB/BC ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫിഗർ വരച്ചാൽ നമുക്ക് ലഭിക്കുക ഇതുപോലെയാണ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഓർത്തോ സെൻറ്റർ. ഐസോസിലസ് ട്രയാങ്കിളിൽ ഓർത്തോ സെൻറ്ററും സർക്കം സെൻറ്ററും ഇൻ സെൻറ്ററും സെൻട്രോയിഡുമെല്ലാം ബേസിലേക്കുള്ള പെർപെൻഡിക്കുലറിലാണ് കിടക്കുന്നത് എന്നറിയാം. അപ്പോൾ ഈ ADയിലാണ്, ഇപ്പോൾ ABയും ACയും ഈക്വലാണ്. അപ്പോൾ ADയിലാണ് ഓർത്തോ സെൻറ്റർ കിടക്കുന്നത്. മറ്റൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അത് ഇൻ സർക്കിളിലും കിടക്കുന്നു എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഓർത്തോ സെൻറ്റർ എന്നത് ഇൻ സർക്കിളിൻ്റെയും സർക്കം എന്താണ് AD എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിൻ്റെയും ഇൻ്റർസെക്ഷനാണ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ H ആണ് ഓർത്തോ സെൻറ്റർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് AB/BC കാണണം. നമ്മൾ 4 സൊല്യൂഷൻസ് ആണ് കാണുക. ഇത് ഫസ്റ്റത്തെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ സൊല്യൂഷനിൽ നമ്മൾ ആദ്യം AB ഈക്വൽ ടു AC ഈക്വൽ ടു B എന്ന് ഇട്ട് കൊടുക്കും. ഈ രണ്ട് സൈഡ്സും B വെച്ചിട്ടാണ്. തേർഡ് സൈഡ് BCയെ നമ്മൾ 2A എന്നും വിളിച്ചു. അപ്പോൾ BDയും A ആവണം, DCയും A ആവണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് AB/BC ആണ്. അത് B/2A ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ BDH എടുക്കാം.
അപ്പോൾ ട്രയാങ്കിൾ ബി ഡി എച്ച് നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. അപ്പോൾ ഫിഗറിൽ നിന്ന് ബി ഡി എന്നത് എ ആണ് എന്ന് കാണാൻ കഴിയും. എച്ച് ഡിയോ, എച്ച് ഡി എന്നത് ഇവിടെ 2R ആണ്. എച്ച് ഡി 2R ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബി എച്ച് സ്ക്വയർ കിട്ടും. ബി എച്ച് സ്ക്വയർ അത് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. അത് എച്ച് ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്നില്ല. എച്ച് ഡി എന്നത് 2R ആയതുകൊണ്ട് 4R സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നില്ല. അപ്പോൾ എച്ച് ഡി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? ഇങ്ങനെ ലഭിച്ചു. ഇനി നമ്മൾ ഈ ബി എച്ച് സ്ക്വയർ തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പോവാണ്. എന്നിട്ട് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എയും ബിയും നമ്മളുടെ റേഷ്യോയിലേക്ക് കടക്കുക. അപ്പോൾ നമ്മൾ ഈ ബി എച്ച് സ്കോർ തന്നെ മറ്റൊരു രീതിയിൽ കാണാം. ഇത് ഒരെണ്ണം ഇങ്ങനെ ചെയ്യട്ടെ. ബി എച്ച് സ്കോർ മറ്റൊരു രീതിയിൽ കാണാൻ പോകും. അപ്പോൾ നോക്കിയാൽ മക്കളെ, ട്രയാങ്കിൾ നമ്മൾ കോഡിലാറ്ററൽ AFHE എടുത്തു. കോഡിലാറ്ററൽ അവിടെ കിടക്കുന്നത് AFHE ആണ്. അപ്പോൾ പെർപെൻഡിക്കുലേഴ്സ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്സ് സൈഡ്സിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എഫും ഇയും 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എഫ് പ്ലസ് ആംഗിൾ ഇ എന്നത് 180 ഡിഗ്രിയാണ് അല്ലേ? രണ്ടും 90 ഡിഗ്രി വെച്ചല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ഈ പോയിന്റ്സ് കോൺസൈക്ലിക് ആണ്. എന്നുവെച്ചാൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ എഫും എച്ചും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുക ബി ആണ്. ബിയിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇത് AFHE. അപ്പോൾ ബിയിൽ നിന്നുള്ള രണ്ട് സീക്വൻസ് ആണ് ബി എയും ബിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീക്വൻറ്റിൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം. സീക്വൻറ്റ് ടാൻജൻറ്റ് റൂൾ അനുസരിച്ച് എന്തെഴുതാം? ബി എഫ് ഇൻറ്റു റൂൾ അനുസരിച്ച് എന്താണ്? ബിയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് തന്നെയാണ് ബിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു ബിയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്തെഴുതാം? ബി എഫ് ഇൻറ്റു ബി എ ഈക്വൽ ടു ബി എച്ച് ഇൻറ്റു ബി. നമ്മൾ ബി എഫിലേക്കാണ് എത്തിക്കുന്നത്. നമ്മൾ ബി എച്ച് സ്കോർ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബി എച്ച് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ബി എഫിൻ്റെ എഫ് എ ആണ് കിട്ടിയത്. ഇനി നമ്മൾ ബി എഫിൻ്റെ എഫ് എ തന്നെ മറ്റൊരു രീതിയിലും കാണാൻ പോവാണ്. ബി എഫ് ഇൻറ്റു എഫ് എ എന്നത് നമ്മൾ മറ്റൊരു രീതിയിലും കാണാൻ പോവാം.
നമ്മൾ ഏതാണ് നമ്മൾ ട്രയാങ്കിൾ എ ബി ഡി എടുത്തു. അപ്പോൾ എ ബി ഡിയിൽ കോസ് ബി എന്നത് ഈ ആംഗിളാണല്ലോ ബി. കോസ് ബി എന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്. ബി ഡി ബൈ എ ബി ആണ്. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ബി എഫ് സി എടുത്തു. ട്രയാങ്കിൾ എ ബി എഫ് സി എടുത്തു. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? കോസ് എടുത്തു. കോസ് ബി എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ബി എഫ് ബൈ നമുക്ക് എന്ത് കിട്ടി? ബി സി എന്ന് കിട്ടി. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് രണ്ട് ട്രയാങ്കിളിലായി കണ്ടുപിടിച്ച് രണ്ടും കോസ് ബി തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കോസ് ബി നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ബി ഡി ബൈ എ ബി ആണ് ആദ്യത്തെ കോസ് ബി. ബി എഫ് ബൈ ബി സി ആണ് രണ്ടാമത്തെ കോസ് ബി. അപ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി എഫ് ഇൻറ്റു എ ബിനെ ബി എ എന്ന് എഴുതാം. ബി ഡി ഇൻറ്റു ബി സി എന്ന് കിട്ടും. നേരത്തെ കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് ഇക്വേഷൻ എ എന്ന് കൊടുക്കാം. ഇപ്പൊ കിട്ടിയേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന് നമുക്ക് ഇക്വേഷൻ ബി എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എ ഇക്വേഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ബി എഫ് ഇൻറ്റു ബി എ തന്നെയാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ബി എച്ച് ഇൻറ്റു ബി ബി ഡി ഇൻറ്റു ബി സി എന്ന് വരും. അത് നമ്മൾ ബി എസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബി എച്ച് കണ്ടുപിടിക്കും. അല്ല, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ബി എച്ച് ആണ്. യെസ്. അപ്പോൾ നമ്മൾ ബി എച്ചിലേക്കാണ് എത്താൻ ശ്രമിക്കുന്നത്. ഈ ഇക്വേഷനിൽ നമുക്ക് ബി എച്ച് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി ഇൻറ്റു ബി സി ബൈ ബി ആണ്. ഓക്കെ. അപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബി ഡി എന്നത് എ ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പോൾ നമുക്ക് a ഇൻറ്റു 2a ബൈ ബി, അത് 2a സ്ക്വയർ ബൈ ബി എന്ന് ലഭിച്ചു. ഇതാണ് ബി എച്ച്. അപ്പം ബി എച്ച് നമുക്ക് എയുടെയും ബിയുടെയും ടേംസിലൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ബി കണ്ടുപിടിക്കാം. ഒരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പം നമ്മളിനി ബി ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബി ഇ സി എടുത്തു. അപ്പോൾ ബി എന്നത് ഇവിടെ ആൾട്ടിറ്റ്യൂഡ് ആയതിനാൽ ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സൈഡ് സി ആണ്.
അപ്പോൾ അത് ലഭിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ബി സ്കോർ എന്നത് ബി സി സ്കോർ മൈനസ് സി സ്കോർ ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും സിയും ബി എഫും ഈക്വൽ ആണ്. സിമെട്രി ആയതുകൊണ്ട്, ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബി സിയും ബി എഫും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി സി സ്കോർ മൈനസ് ബി എഫ് സ്കോർ. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ കഴിയും? അപ്പൊ എയും ബിയും ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ലഭിച്ചത്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ബി എഫ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ബിയിൽ നിന്ന് ബി എഫ് കണ്ടുപിടിക്കാമായിരുന്നു. അതെന്താ? ബി ഡി എന്നത് എ ആണെന്ന് കിട്ടും, ബി സി എന്നത് 2a ആണെന്ന് കിട്ടും, ബി എ എന്നത് ബി ആണ്, സൈഡ് ലെങ്ത് ആണ്. നമുക്ക് അത് നോക്കിയാൽ മതി. ബി ഡി എന്ന് പറഞ്ഞാൽ ബി സിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ ആണ്, ബി സി 2a ആണ്, എ ബി എന്നത് നമ്മൾ ബി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 2a സ്ക്വയർ ബൈ ബി ആണ് ബി എഫിൻ്റെ വാല്യൂ. അപ്പോൾ ബി സിക്ക് നമ്മൾ 2a എന്നും ബി എഫിന് നമ്മൾ 2a സ്ക്വയർ ബൈ ബി എന്ന് ഇട്ടു കൊടുത്തു. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 4a സ്ക്വയർ ബൈ ബി സ്ക്വയർ എടുത്തു. ഇവിടെ എന്ത് വന്നു? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിക്കൂടെ? ബി എനേക്കാൾ ചെറുതാണെങ്കിൽ നെഗറ്റീവ് ആകുമോ? അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ട്രയാങ്കിൾ എ ബി ഡി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബി എന്നത് ഹൈപ്പോട്ന്യൂസ് ആയതിനാൽ എപ്പോഴും എനേക്കാൾ വലുതാണ്. അപ്പോൾ ബി എനേക്കാൾ വലുതായതിനാൽ ബി സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, തെറ്റൊന്നുമില്ല. പോസിറ്റീവ് നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി എച്ച് സ്ക്വയർ കിട്ടും. ബി എച്ച് സ്ക്വയർ എന്നത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ബി എച്ച് സ്കോർ എന്നത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എന്തായിരുന്നു? 4r സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആണ്. പിന്നെയോ നമ്മൾ കണ്ടുപിടിച്ച ഈ തേർഡ് ഇക്വേഷനിൽ നമുക്ക് എന്താണ് ഈ ബി ഏതാണ്? സെക്കൻഡ് ഇക്വേഷൻ വെച്ച് ബി എച്ച് സ്കോർ മറ്റൊരു രീതിയിലും കൂടി കാണാം. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ബി എച്ച് സ്കോർ എന്നത് 4a raised to 4 by അല്ലെ ബി എച്ച് രണ്ട് സൈഡിലും സ്കോർ കഴിഞ്ഞാൽ 4a raised to 4 by ബി സ്കോർ ആണ്. അപ്പോൾ ബി എച്ച് സ്കോറിന് നമുക്ക് ബി സ്കോറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അത് ഇവിടെ ഇട്ട് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4a raised to 4 by ബി സ്ക്വയറിനെ നമുക്ക് 4a സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 4 a സ്ക്വയറും കട്ടായി പോയി. നമുക്ക്
നമുക്ക് a square b square by b square minus a square എന്ന് കിട്ടും. അപ്പോൾ ബി ഐ സ്ക്വയർ രണ്ടാമതൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം നമുക്ക് മൂന്നാം ഇക്വേഷൻ നമ്മൾ 3 ഇടാം. അപ്പോൾ 3 കൂടി വരുമ്പോൾ രണ്ടും ബി എച്ച് സ്ക്വയർ ആണല്ലോ. നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതിങ്ങനെ കിട്ടി. അതിൽ നിന്ന് നമുക്ക് 4r സ്ക്വയർ കണ്ടുപിടിക്കാം. 4r സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എ റേസ് ടു 4 ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ലഭിച്ചു. ഇനി നമ്മൾ ഈ 6 തന്നെ മറ്റൊരു രീതിയിലും കാണാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 4 എന്നിരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇനി നമ്മൾ ആ സ്ക്വയർ തന്നെ മറ്റൊരു രീതിയിലും കാണാൻ പോവാണ്. ആ ഡെൽറ്റ ബൈ എസ് ആണ്. ആർ സ്ക്വയർ എന്നത് ഡെൽറ്റ ബൈ എസ് ആണ്. ഇതെങ്ങനെ വരുന്നു എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഡെൽറ്റ ബൈ എസ് ആവുന്നതെന്ന് കാണിച്ചു തരാം. ഇത് അപ്പൻഡിക്സ് ആണ്. സൊല്യൂഷൻ 1. നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ നമ്മൾ ഇൻ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് ലഭിക്കും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെൽറ്റ ബേസ് എന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ റേഡിയസ് ആർ വെച്ചാണ്. ഈ സൈഡ് ലെങ്ത് എ ആണ്, ഈ സൈഡ് ലെങ്ത് ബി ആണ്, ഈ സൈഡ് ലെങ്ത് സി ആണ്. അപ്പോൾ ഈ എ ബി സിയുടെ ഏരിയ അതിനെയാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഐ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഐ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഐ. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫിന്റെ ബേസിന്റെ ഹൈറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ബി സിയുടെ ഏരിയ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ എന്നും എ സിയുടെ ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ എന്നും എ സിയുടെ ഏരിയ ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ആർ എന്നും എഴുതാം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു ആർ എന്നും എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നാൽ സെമി പെരിമീറ്റർ ആണ്. അതിനെ നമ്മൾ എസ് എന്ന് എഴുതുക. ഇതാണ് ഡെൽറ്റ എന്ന് വെച്ചാൽ ആർ ഇൻറ്റു എസ് ആണ്. അങ്ങനെയാണ് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ എസ് ആയത്. അതിൻ്റെ സ്ക്വയർ കാണാം. 4r സ്ക്വയർ ആണല്ലോ നമ്മൾ 4th ഇക്വേഷനിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എന്നത് റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി
ബൈ എസ് ഹോൾ സ്ക്വയർ ആണ്. അപ്പം അതിൽ നമുക്ക് എന്ത് കിട്ടും? എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി ഡിവൈഡ് ബൈ എസ് എന്ന് കിട്ടി. ഇതാണ് ആർ സ്ക്വയർ. ഇനി നമ്മളിത് കാണാനും പോവുകയാണ്. ഇവിടുത്തെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ രണ്ട് സൈഡ്സ് ബി ആണ്, ഒരു സൈഡ് 2a ആണ്. അപ്പൊ ഇവിടെ എസ് എന്നത് 2a പ്ലസ് ബി പ്ലസ് ബി ബൈ 2 ആണ്. അത് എ പ്ലസ് ബി ആണ്. ഇത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈഡ്സ് എ ബി സിയുടെ സ്ഥാനത്ത് ബിയും ബിയും 2a ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആർ സ്ക്വയർ ഈക്വൽ ടു ബിയും ബിയും 2a ആണ്. എസ് മൈനസ് എക്ക് എ പ്ലസ് ബി മൈനസ് ബി എന്നും, എസ് മൈനസ് ബിക്ക് എ പ്ലസ് ബി മൈനസ് ബി എന്നും, എസ് മൈനസ് സിക്ക് എ പ്ലസ് ബി മൈനസ് 2a എന്നും കൊടുക്കാം. ഡിവൈഡഡ് ബൈ എസ് ആണ്, എ പ്ലസ് ബി ആണ്. അതിൽ നമുക്ക് ആർ സ്ക്വയറിന് എ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബൈ എ പ്ലസ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ടും ആർ സ്ക്വയറുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്. രണ്ടും ആർ സ്ക്വയർ തന്നെയാണ്. നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 4th 5th ഇക്വേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോർ ആർ സ്ക്വയർ എന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എ റേസ് ടു 4 ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നും, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബൈ ബി പ്ലസ് എ എന്നും കൊടുക്കാം. അതിൻ്റെ 4 ടൈംസ് എടുക്കണമല്ലോ. 4 ആർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ഇൻറ്റു 4 എന്നും കൊടുക്കാം. അപ്പോൾ എ റേസ് ടു 4 ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാം. 4a സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബൈ ബി പ്ലസ് എ എന്നും. അപ്പോൾ രണ്ട് സൈഡിലും എ സ്ക്വയറും ബി പ്ലസ് എയും കട്ടായി പോകുമ്പോൾ നമുക്ക് എ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു ബി മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് ലഭിച്ചു. ഇനി സ്ക്വയർ റൂട്ട് എടുത്താൽ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി മൈനസ് എ എന്ന് ലഭിച്ചു. ഇതിനെയാണ് നമ്മൾ എന്ന് വെച്ചാൽ ബി മൈനസ് എ പോസിറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടല്ലോ. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുക. ഇതിൽ നിന്ന് നമുക്ക് 2b എന്നത് 3a ആണെന്നും 4b എന്നത് 6a ആണെന്നും ലഭിക്കും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് b ബൈ 2a ആണ്. അതാണ് 3/4. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ab ബൈ ac ആയിരുന്നു. അത് നമുക്ക് 3/4 കിട്ടും. ഇതാണ് നമ്മളുടെ ആൻസർ. ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. നമുക്കിനി സെക്കൻഡ് സൊല്യൂഷനിലേക്ക് കടക്കാം. നമ്മൾ ഇത് സൈഡ് ലെങ്ത് 3/4 എന്ന് മറ്റൊരു രീതിയിൽ കാണാൻ പോവാണ്. ഇവിടെ നമ്മൾ മെയിൻലി ഉപയോഗിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയാണ്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള കുറച്ച് ഫോർമുലാസ് നമ്മൾക്ക് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരികയും ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് BH ആണ്. എന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓർത്തോ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ BH എന്നത് 2r cos b ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാം RMO എക്സാമിനേഷൻ.
ഈ 2r cos b എന്നത് എങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2r cos b ആണ്, സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2r cos c ആണ്, എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 2r cos a ആണ്. അപ്പോൾ നമ്മൾ ഓർത്തോ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർത്തോ സെൻറ്റർ ആൻഡ് വെർട്ടെക്സ്. അപ്പോൾ ഓർത്തോ സെൻറ്ററും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. ആൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഓർത്തോ സെൻറ്റർ. അപ്പോൾ ഓർത്തോ സെൻറ്റർ എച്ച് എന്നിരിക്കട്ടെ. ഈ പോയിന്റിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. ഇതിൽ നിന്ന് നമുക്ക് കോസ് ബി കണ്ടുപിടിക്കാം. കോസ് ബി വേണ്ട, ഈ ആംഗിൾ 90 ഡിഗ്രി ആയതിനാൽ ട്രയാങ്കിൾ ബി ഇ സി എടുത്തു കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിൾ ബി ഇ സി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതിനാൽ നമുക്ക് ആംഗിൾ സി ബി എ 90 മൈനസ് സി എന്ന് വിളിക്കാം. 90 മൈനസ് സി ഡി ആണ് സി ബി യുടെ ആംഗിൾ. നാം ട്രയാങ്കിൾ ബി എച്ച് ഡി എടുക്കുകയാണ്. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് സി ആണ്. ആൾട്ടിറ്റ്യൂഡ് ആയതിനാൽ എച്ച് ഡി പെർപെൻഡിക്കുലർ ആണ്. നമ്മളിവിടെ കോസ് 90 മൈനസ് സി എടുക്കാം. അത് ബി ഡി ബൈ ബി എച്ച് ആണ്. ബി ഡി ബൈ ബി എച്ച് ആണ്. അതിൽ നിന്ന് കോസ് 90 മൈനസ് സിനെ സൈൻ സി എന്ന് വിളിക്കാം. സൈൻ സി എന്ന് പറഞ്ഞാൽ ബി ഡി ബൈ ബി എച്ച് ആണ്. ഇത് നമുക്ക് ബി എച്ച് കാണാം. ബി എച്ച് എന്നത് ബി ഡി ബൈ സൈൻ സി ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി ഡി ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബി ഡി കിട്ടും. ബി ഡി എന്നത് എ ബി കോസ് ബി ആണ്. എ ബി എന്നത് സി ആണെന്ന് അറിയാമല്ലോ. ക്യാപിറ്റൽ സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് എ ബി. ആ സൈഡ് ലെങ്ത്തിന് നമ്മൾ സ്മോൾ സി എന്നാണ് എഴുതുക. സ്മോൾ സി കോസ് ബി. ബി ഡിക്ക് നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി എച്ച് എന്തായി? സി കോസ് ബി ബൈ സൈൻ സി എന്ന് കിട്ടി. അപ്പോൾ സി ബൈ സൈൻ സി ഇൻറ്റു കോസ് ബി എന്ന് കിട്ടി. നമുക്ക് സൈൻ റൂൾ അറിയാമല്ലോ. സൈൻ റൂൾ അനുസരിച്ച് എ ബൈ സൈൻ എ, ബി ബൈ സൈൻ ബി, സി ബൈ സൈൻ സി ഈക്വൽ ടു 2r ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ്. റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ് 6.
ഇതിനെയാണ് നമ്മൾ സൈൻ റൂൾ എന്ന് പറയാം. അപ്പോൾ 2r എന്ന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ 2r cos b എന്ന് കിട്ടും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ബി എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അത് 2r cos b ആണ്. ബിയിൽ നിന്ന് ഓർത്തോ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നമ്മൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആറിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രൂഫ് ആണെങ്കിൽ കാണാം. ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. അത് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നത് 4 sin a by 2 sin b by 2 sin c by 2 എന്ന് എഴുതാം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സിയിൽ നമുക്ക് എന്തറിയാം? കോസ് എന്നത് ഇത് സ്മോൾ എ ആണ്, സ്മോൾ ബി ആണ്, സ്മോൾ സി ആണ് സൈഡ് ലൈൻ. കോസ് എന്നത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc ആണ്. അപ്പോൾ 1 പ്ലസ് കോസ് എ ബൈ 2 എന്നത് കോസ് സ്ക്വയർ എ ബൈ 2, 1 മൈനസ് കോസ് എ ബൈ 2 എന്നത് സൈൻ സ്ക്വയർ എ ബൈ 2, കോസ് സ്ക്വയർ എ ബൈ 2 സൈൻ സ്ക്വയർ എ ബൈ 2 ബൈ കോസ് സ്ക്വയർ എ ബൈ 2 എന്നത് ടാൻ സ്ക്വയർ എ ബൈ 2 ആണ്. ഇതൊക്കെ നമ്മൾ ആ കോസ് എ ഇക്വേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ആംഗിൾ ഫോർമുല ലഭിക്കും. ആ ഹാഫ് ആംഗിൾ ഫോർമുലയാണ് cos A is equal to root s into s minus a by bc. cos A അല്ല, cos A by 2. അടുത്തത് sin A by 2 ആണ്. റൂട്ട് s minus b s minus c by bc. tan A by 2 ആണ്. റൂട്ട് s minus b s minus c by s into s minus c. അപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിച്ചു. കോസ് എ ബൈ 2, സൈൻ എ ബൈ 2, ടാൻ എ ബൈ 2 ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ RHS ഒന്ന് നോക്കാം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. r by r ആണെന്ന് കാണാൻ പോകുന്നു. 4 sin A by 2 sin b by 2 sin c by 2. sin A by 2 നെ നമുക്ക് റൂട്ട് s minus b s minus c by bc എന്ന് എഴുതാം. sin b by 2 നെ നമുക്ക് s minus a s minus c by ac എന്ന് എഴുതാം. sin c by 2 നെ നമുക്ക് s minus a s minus b by ab എന്ന് എഴുതാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് s minus a s minus b s minus c ഡിവൈഡ് ബൈ abc എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ലഭിച്ചു? 4 into s into s minus a into s minus b into s minus c ആണ്. ഹെറോൺസ് ഫോർമുല അനുസരിച്ച് മുകളിൽ കിടക്കുന്നത് ഏരിയയുടെ സ്ക്വയർ ആണ്. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ ഡെൽറ്റ ബൈ എസ് എ ബി സി ബൈ 4 ഡെൽറ്റ എന്ന് എഴുതാൻ കഴിയും. ഡെൽറ്റ ബൈ എസ് എന്നത് സ്മോൾ ആർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്ന് തന്നെ
വീഡിയോ തന്നെ പ്രൂവ് ചെയ്തു. പിന്നെയോ ABC/4 ഡെൽറ്റ എന്നത് ക്യാപിറ്റൽ ആർ ആണ് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നത് ഫോർ സൈൻ A/2 സൈൻ B/2 സൈൻ C/2 ആണ്. ABC/4 ഡെൽറ്റ എങ്ങനെയാണ് ക്യാപിറ്റൽ ആർ ആവുന്നത് എന്ന് കൂടി കാണിച്ചു തരാം. ഏരിയ എന്നത് ഹാഫ് AB സൈൻ C ആണെന്ന് നമുക്കറിയാം. രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അവയ്ക്കിടയിലുള്ള ആംഗിൾ C ആണെങ്കിൽ ഏരിയ എന്ന ഹാഫ് AB സൈൻ C ആണ്. അപ്പോൾ ABC/2 ഇൻറ്റു സൈൻ C/C എന്ന് എഴുതാം. സൈൻ റൂൾ അനുസരിച്ച് സൈൻ C/T 1/2R എന്ന് എഴുതാം. സൈൻ റൂളിൽ നിന്നാണ്. അത് 6 കിട്ടി. അത് ABC/4 ഡെൽറ്റയാണ്. അപ്പോൾ R/R ആയി. അപ്പോൾ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്നത് 4 സൈൻ A/2 സൈൻ B/2 സൈൻ C/2 ആണ്. അപ്പോൾ സ്മോൾ ആർ എന്നതോ 4 ക്യാപിറ്റൽ ആർ സൈൻ A/2 സൈൻ B/2 സൈൻ C/2 ആണ്. നാം ട്രയാങ്കിൾ BHD എടുക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? നമ്മൾ നേരത്തെ ഇവിടം വരെ എത്തി. നമുക്ക് ഈ ട്രയാങ്കിൾ BFCയിൽ നിന്ന് ഈ ആംഗിള് 90 - C ആണെന്ന് കണ്ടല്ലോ. ഇത് 90 - C ആണ്. എന്താണ് BFC ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒന്ന് C ആയതുകൊണ്ട് മറ്റേ 90 - C ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 - C ആണ്. നമ്മളിവിടെ സൈൻ 90 - C എടുക്കുകയാണ്. സൈൻ 90 - C അത് HD ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്. സൈൻ 90 - θ കോസ് θ ആണല്ലോ. അപ്പോൾ ഇത് കോസ് C ആണ്. HD എന്നത് ഈ ഫിഗർ കണ്ടാൽ ആർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ 2 ടൈംസ് റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ആണ്. ഡിവൈഡഡ് ബൈ BH എന്നത് നമ്മൾ 2R കോസ് B ആണ് എന്ന് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്മോൾ ആർ എന്നത് ക്യാപിറ്റൽ ആർ കോസ് B കോസ് C ആണെന്ന് കണ്ടു. പിന്നെ ABയും ACയും ഈക്വൽ ആണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് Bയും Cയും സെയിം ആണ്. ഇത് സ്മോൾ ആർ എന്നത് R കോസ് സ്ക്വയർ B എന്ന് ലഭിച്ചു. അപ്പോൾ A പ്ലസ് B പ്ലസ് C എന്നത് പൈ ആണ്. Bയും Cയും ഈക്വൽ ആയതിനാൽ A പ്ലസ് B പ്ലസ് C എന്നത് പൈ ആണ്. B എന്നത് π/2 മൈനസ് A/2 ആണ്. അപ്പോൾ R കോസ് സ്ക്വയർ π/2 മൈനസ് A/2 എന്ന് ലഭിച്ചു. അപ്പോൾ സ്മോൾ ആറിൻ്റെ ഇക്വേഷൻ ആണ് ക്യാപിറ്റൽ R കോസ് സ്ക്വയർ
കോസ് പൈ ബൈ ടു മൈനസ് തീറ്റ. പൈ ബൈ ടു എന്ന 90 ഡിഗ്രി തന്നെ. 90 മൈനസ് എ ബൈ ടു എന്നത് സൈൻ സ്ക്വയർ എ ബൈ ടു ആണ്. ഇതൊരു ഇക്വേഷൻ. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആർ ബൈ ആർ ഈക്വൽ ടു 4 സൈൻ എ ബൈ ടു സൈൻ ബി ബൈ ടു സൈൻ സി ബൈ ടു എന്നുണ്ടല്ലോ. അത് വെച്ച് നമ്മൾ കാണാൻ പോവാണ്. ആ ഇക്വേഷൻ അനുസരിച്ച് സ്മോൾ ആർ ഈക്വൽ ടു 4 ക്യാപിറ്റൽ ആർ സൈൻ എ ബൈ ടു സൈൻ ബി ബൈ ടു സൈൻ സി ബൈ ടു ആണ്. അപ്പോൾ സൈൻ എ ബൈ ടു ബി എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു മൈനസ് എ ബൈ ടു ആണ് നമുക്കറിയാം. ഇതിവിടെ റൈറ്റിൽ കണ്ടുപിടിച്ചിരിക്കുന്നു. പൈ ബൈ ടു മൈനസ് എ ബൈ ടു ബൈ ടു. ബിയും സിയും ഈക്വൽ ആണ്. സൈൻ പൈ ബൈ ടു മൈനസ് എ ബൈ ടു ബൈ ടു എന്ന് ലഭിച്ചു. ഇതിൽ നമുക്ക് സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4r sin a by 2 into sin square pi by 4 minus a by 4 എന്ന് ലഭിച്ചു. equal to 4r into sin a by 2 into നമുക്കൊരു 2r എന്നില്ല, ഒരു 2 ഇട്ടാൽ 2 sin square pi by 4 minus a by 4 എന്ന് ലഭിച്ചു. 2 sin square തീറ്റ എന്നത് 1 minus cos to തീറ്റയാണ്. sin square തീറ്റ എന്നത് 1 minus cos to തീറ്റയാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? 2r sin a by 2 into 1 minus cos pi by 2 minus a by 2 ലഭിച്ചു. 2r sin a by 2 into 1 minus cos 90 minus തീറ്റ എന്നത് സൈൻ തീറ്റയാണല്ലോ. sin a by 2 എന്ന് ലഭിച്ചു. ഇക്വേഷൻ 2 ആണ്. അപ്പോൾ സ്മോൾ ആറിന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ലഭിച്ചു. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ സ്മോൾ ആർ എന്നത് ആർ സൈൻ സ്ക്വയർ എ ബൈ 2 ആണ്. അതോടൊപ്പം അത് 2r സൈൻ എ ബൈ 2 ഇൻറ്റു 1 മൈനസ് സൈൻ എ ബൈ 2 കൂടിയാണ്. അപ്പോൾ ആർ സൈൻ എ ബൈ 2 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്താൽ സൈൻ എ ബൈ 2 ഈക്വൽ ടു 2 മൈനസ് 2 സൈൻ എ ബൈ 2 എന്ന് ലഭിച്ചു. 3 സൈൻ എ ബൈ 2 എന്നത് 2 ആണ്. സൈൻ എ ബൈ 2 എന്നത് 2/3 ആണ്. നമുക്ക് സൈൻ എ ബൈ 2 ലഭിച്ചു. ഇനി നമുക്ക് സൈൻ എ ബൈ 2 കാണാം. അതിനുവേണ്ടി നമ്മൾ ഏത് ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്? നമ്മൾ ട്രയാങ്കിൾ എ ബി ഡി ആണ് എടുക്കുന്നത്. എ ബി ഡി ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് എ ബൈ 2 ആണ്. അപ്പോൾ സൈൻ എ ബൈ 2 ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ബി ഡി എന്നത് ബി സിയുടെ ഹാഫ് ആണ് ഐസോസിലസ് ട്രയാങ്കിൾ ആയതിനാൽ. ബി സി ബൈ 2 ബൈ എ ബി എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക്
എ ബി ബൈ ബി സി എന്നത് 3/4 ആണെന്ന് ലഭിക്കും. ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇതാണ് സെക്കൻഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ സൊല്യൂഷനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സൊല്യൂഷൻ നമ്മൾ സർക്കിള് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഓർത്തോ സെൻറ്ററിന് സൈഡിലുള്ള ഇമേജ് സർക്കിളിലാണ് കിടക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഓർത്തോ സെൻറ്റർ ആയിട്ടുള്ള എച്ചിന് ബി സിയിലുള്ള ഇമേജ് അത് എല്ലാണെങ്കിൽ ആ എല്ല് കിടക്കുന്നത് ഈ എ ബി സിയുടെ സർക്കിളിലാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുക സെയിം ഡിസ്റ്റൻസിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ എച്ച് എൽ എന്നത് ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്, എച്ച് ഡി എന്നത് ഡി എൽ ആണ്, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എച്ച് ഡി എന്നത് ആറും ചേർന്നാണ്, ഇമേജ് ആയതുകൊണ്ട് എൽ ഡി ഇൻറ്റു ആർ ആണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഓർത്തോ സെൻറ്ററിൻ്റെ ഇമേജ് സർക്കിളിൽ കിടക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഓർത്തോ സെൻറ്റർ എന്നത് ആൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. നമ്മൾ 2 ആൾട്ടിറ്റ്യൂഡ്സ് വരച്ചു. സി എന്നുള്ള ആൾട്ടിറ്റ്യൂഡും എയിൽ നിന്നുള്ള ആൾട്ടിറ്റ്യൂഡും. ഇത് ഓർത്തോ സെൻറ്റർ എച്ച് ആണെങ്കിൽ ഇത് എച്ച് ഡാഷ് ആണ്. അപ്പോൾ സെയിം ആർക്കിലെ ആംഗിൾ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ എച്ച് ഡാഷ് ഈ സർക്കിളിൽ കിടക്കുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. നമുക്ക് ഈ ആംഗിൾ ബി തന്നെയാണ്, ഈ ആംഗിൾ ബി എന്ന് കണ്ടാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എ ബി സി എച്ച് ഡാഷ് ഒരു സർക്കിളിലാണ് കിടക്കുക എന്ന് പറയും. അത് എ ബി സിയുടെ സർക്കിളാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എച്ച് എന്നത് ഓർത്തോ സെൻറ്റർ ആണ്. എച്ച് ഡാഷ് എന്നത് ബി സിയിലുള്ള റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? നാം ട്രയാങ്കിൾ ഇപ്പം ഇത് ഇ ആണെങ്കിൽ ടി ആണെങ്കിൽ ട്രയാങ്കിൾ ബി സി ഡി എടുത്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു? ഈ ആംഗിൾ ബി ആണെങ്കിൽ ഇത് 90 മൈനസ് ബി ആണ്. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് ബി ആണ്. അപ്പോൾ ബി സിയിലുള്ള ഇമേജ് ആണ് എച്ച് ഡാഷ്. അപ്പോൾ അതിനാൽ നമുക്ക് കിട്ടുന്ന
CH എന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന് ഈ ആംഗിൾ 90 - B ആണ്. ഇനി നമ്മൾ CH എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമ്മൾ E എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കാണ്? CH എടുക്കുകയാണ്. അപ്പൊ ഈ ആംഗിൾ 90 - B ആണെങ്കിൽ ഈ ആംഗിളും B ആണ്. കണ്ടോ, ഈ ആംഗിൾ B എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ബിയും ആംഗിൾ H ഈക്വൽ ആണ്. H' ഈക്വൽ ആണ്. അപ്പൊ അതിനാൽ ഈ ആംഗിൾ ബി ആംഗിൾ H' ഒരു ആർക്കിലാണ് കിടക്കുന്നത്. അതിനാൽ ഈ H' എന്ന് പറഞ്ഞാൽ ഓർത്തോ സെന്റർ Hന് BCയിലുള്ള ഇമേജ് സർക്കും സർക്കിളിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് ഇതാണ്. ഇമേജ് ഓഫ് ortho center in a line lies on circumcircle. ഇതാണ് സൊല്യൂഷൻ 3. അപ്പോൾ നമുക്ക് എന്താണ് ഇത് പ്രൂവ് ചെയ്തു. അപ്പോൾ Hന്റെ ഇമേജ് ആയിട്ടുള്ള L കിടക്കുന്നത് പിന്നെയോ സർക്കിളിലാണ്. ഇങ്ങനെ ലഭിച്ചു. അപ്പോൾ HD തന്നെയാണ് LD, അത് 2R ആണ്. ഇനി സെയിം ആർക്കിലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആംഗിൾ എന്നത് 90 C ആണ്. 90 C/2 ആണ്. ആംഗിൾ ബൈസെക്ടേഴ്സ് എയിലെയും ബിയിലെ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ സെന്റർ. ആംഗിൾ ബൈസെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 C/2 ആണ്. വേണമെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഇത് A എന്നും ഇത് B എന്നും ഇത് C എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ആയതിന് ഇത് A/2 ഇത് B/2 ആണ്. ഈ ആംഗിൾ X എന്നത് X പ്ലസ് A/2 പ്ലസ് B/2 എന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ അതിന് നമുക്ക് 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് എഴുതാം. 90 ഡിഗ്രി എന്നത് A പ്ലസ് B പ്ലസ് സിയുടെ വാദിയാണ്. ട്രയാങ്കിൾ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് നമുക്ക് X = 90 ഡിഗ്രി പ്ലസ് C/2 എന്ന് ലഭിക്കും. അപ്പോൾ ഈ ആംഗിൾ X എന്നത് 90 പ്ലസ് C/2 ആണ്. ആംഗിൾ ബൈസെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 പ്ലസ് C/2. അപ്പോൾ ഇത് 90 പ്ലസ് C/2 ആണ്. AIL എന്നൊരു ലൈൻ ആയതുകൊണ്ട് ഇത് 90 മൈനസ് C/2 ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി വരണം. ഇനി നമ്മൾ BL ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ സെയിം ആർക്കിലുള്ള ആംഗിൾ സെയിം ആണല്ലോ. അതിനാൽ രണ്ട് ആംഗിൾസ് എടുത്തു. ABCL. അപ്പോൾ ഈ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് A/2 ആണ്. അതിന് ഇവിടുത്തെ ആംഗിൾ അത് A/2 തന്നെയാണ്, സെയിം ആർക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഈ ആംഗിൾ A/2 ആണ്.
ബി എ എന്നത് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് അത് BY2 ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ ഏത് ട്രയാങ്കിൾ എടുക്കുന്നു? ട്രയാങ്കിൾ LIB എടുക്കുകയാണ്. അപ്പോൾ ഈ ആംഗിൾ A/2 പ്ലസ് B/2 ആണ്. ഈ ആംഗിൾ 90 മൈനസ് C/2 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആംഗിൾ LBI മൈനസ് ആംഗിൾ LIB എടുക്കുക. അതിൽ നമുക്ക് A പ്ലസ് B പ്ലസ് C/2 മൈനസ് 90 എന്ന് വരും. അത് 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്. ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്. അതിനാൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് സൈഡ്സ് ഈക്വൽ ആവണം. നമുക്ക് LI ഈക്വൽ ടു LB എന്ന് ലഭിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയത് LBAയും LIBയും ഈക്വൽ ആണ്. എന്താണ് നമുക്ക് കിട്ടിയത്? ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് LIയും LBയും ഈക്വൽ ആണ്. LI 3R ആയതുകൊണ്ട് LBയും 3R ആണ്. നമ്മൾ ട്രയാങ്കിൾ BDL എടുത്തു. BDL ഈ ആംഗിൾ A/2 ആണ്. ഇത് 2R ആണ്. ഇത് 3R ആണ്. അപ്പോൾ സൈൻ A/2 എന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 2/3 എന്ന് കിട്ടി. ആ ട്രയാങ്കിളിൽ നിന്ന് BDL നിന്ന് നമുക്ക് സൈൻ A/2 ലഭിച്ചു. സൈൻ A/2 എന്ന് ലഭിച്ചു. ഇനി നമ്മൾ ട്രയാങ്കിൾ BDA എടുക്കാണ്. ട്രയാങ്കിൾ BDA സൈൻ A/2 2/3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ സൊല്യൂഷനിൽ കണ്ടതാണ്. ഇതൊന്നുകൂടി ചെയ്യാം. ഇത് A/2 ആണ്. സൈൻ A/2 നമ്മൾ 2/3 എന്ന് കണ്ടു. അത് BD ബൈ AB ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. BD എന്നത് BCയുടെ പാതിയാണ്. ഇതിൽ നമുക്ക് AB ബൈ BC എന്നത് 3/4 ആണ് എന്ന് ലഭിക്കും. ഇതായിരുന്നു ചോദ്യം. AB ബൈ BC എന്താണ് എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചത്. നമ്മുടെ ആൻസർ 3/4. ഇതാണ് സൊല്യൂഷൻ 3. ഇനി നമ്മൾ ഫോർത്ത് സൊല്യൂഷനിലേക്ക് കടക്കാണ്. ഇവിടെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഐഡിയാസ് ആണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ H ആണ് നമ്മളുടെ ഓർത്തോ സെൻറ്റർ. F എന്നത് ഇൻ സർക്കിൾ ABയെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഇനി നമ്മൾ CD-യുടെ മിഡ് പോയിന്റ് എടുത്തു. അതിനെ നമ്മൾ E എന്ന് വിളിച്ചു.
പിന്നെ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഐ. കാരണം എന്താ, ഡി എച്ച് എന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് ഇൻസെൻറ്റർ. ഇനി നമുക്ക് ഒരു കാര്യം അറിയാം, മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത് സർക്കിളിന്റെ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിന് പാരലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ എന്നത് CHD ആണ്. അപ്പോൾ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. പിന്നെയോ HDയുടെ മിഡ് പോയിന്റ് ആണ് ഐ. മിഡ് പോയിന്റ് തിയറം അനുസരിച്ച് ഐ എന്നത് CHന് പാരലാണ്. അറിയാമല്ലോ, മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ തേർഡ് സൈഡിന് പാരലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഐ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ലഭിക്കുക. ഐ പാരലൽ ടു CH. എന്തുകൊണ്ട്? മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ആ ട്രയാങ്കിളിന്റെ. പക്ഷെ CH എന്നത് ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് CH ABക്ക് പെർപെൻഡിക്കുലർ ആണ്. CH ഐയും പാരലൽ ആയതുകൊണ്ട് ഐയും ABക്ക് പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഇൻസെന്റർ ആണ്. ഇൻസെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ടാൻജന്റിനെ മീറ്റ് ചെയ്യുന്നത് പോയിന്റ് ഓഫ് ടാൻജൻസിയിലാവണം. അപ്പൊ അതുകൊണ്ട് എഫ് എന്നത് പോയിന്റ് ഓഫ് ടാൻജൻസി ആണ്. പോയിന്റ് ഓഫ് ടാൻജൻസി ആണ്. അപ്പോൾ അത് 90 ഡിഗ്രിയാണ് ടാൻജന്റ് ആയതിനാൽ. ഇനി നമ്മള് BCയുടെ ലെങ്ത് 4y ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് BD എന്നത് 2yയും DC 2y ആയതുകൊണ്ട് y വെച്ചാണെന്നും മനസ്സിലായി. എന്ന് വെച്ചാൽ മിഡ് പോയിന്റ് ആണ്. ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് BDയും BFും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതും 2y തന്നെയാണ്. രണ്ടും 2y ആണ്. പോയിന്റ് ഓഫ് ടാൻജൻസി ഇങ്ങനെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ABD ആണ്. ട്രയാങ്കിൾ ABD. അവിടെ അതോടൊപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രയാങ്കിൾ BFEയുമാണ്. അപ്പൊ ആംഗിൾ D 90 ഡിഗ്രിയാണ്, ആംഗിൾ F 90 ഡിഗ്രിയാണ്. BD എന്നത് 2a ആണ് നമുക്കറിയാം. BF എന്നത്
ബി എഫ് എന്നത് നമുക്ക് ഇവിടെ നിന്ന് 2a ആണെന്നും ബി എന്നത് ഇവിടെ 2a എന്ന് എഴുതണ്ട, ഞാൻ ചെയ്യട്ടെ. ബി എന്നത് നമുക്ക് അത് ബി ഡിയും ഡിയും കൂട്ടിയതായതിനാൽ 3y ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ നമുക്ക് കോസ് ബി എന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അത് 2a/3y ആണ്. 2/3 ആണ്. ഇതിൽ ഇവിടെയും കോസ് ബി കാണാം. അത് 2/3 എന്നത് BD/AB ആണ്. BD-നെ നമുക്ക് BC/2 എന്ന് എഴുതാം. ചോദിച്ചിരിക്കുന്നത് AB/BC ആണ്. അത് നമുക്ക് 3/4 എന്ന് ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഫോർത്ത് സൊല്യൂഷൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ 4 ഡിഫറെൻറ്റ് വേസിലാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാ തിയറിയും മനസ്സിലാവുന്നതിനും നിങ്ങൾക്ക് പല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്തത്. താങ്ക് യു.